ഹലോ ഫ്രണ്ട്സ്, രാജേന്ദ്രൻ ഡി കോഴ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. തമിഴ്നാട്ടിലെ കൊല്ലി ഹിൽസ്. സേലത്തു നിന്നും ഞങ്ങൾ അവിടെ എത്തിയിട്ട് പുറപ്പെട്ട് ഹൊഗനക്കൽ വഴിയാണ് പോയത്. ആ ഹൊഗനക്കലിൽ ചെന്നപ്പോൾ അവിടുത്തെ കൊട്ടവഞ്ചികൾ, അവിടുത്തെ എനിക്ക് തോന്നുന്നു 400-500 കൊട്ടവഞ്ചി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ കൊട്ടവഞ്ചിയിലൊക്കെ ചെന്നിട്ട് യാത്ര പോകുമ്പോൾ അവിടുത്തെ പാറക്കല്ലുകളും വലിയ പാറക്കെട്ടുകളാണ് അതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ പാറക്കെട്ടുകളൊക്കെ കണ്ട് അവിടെ നയാഗ്ര, തമിഴ്നാട്ടിൽ നയാഗ്ര എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഏതായാലും ആ യാത്ര കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നാമക്കൽ പോയി. നാമക്കലിൽ നിന്ന് രാത്രി തങ്ങിയ ശേഷം അവിടെ നിന്നാണ് കൊല്ലി ഹിൽസിലേക്ക് പോയത്. ഏതാണ്ട് ഒരു 54-55 കിലോമീറ്റർ കൊല്ലി ഹിൽസിലേക്ക് ഉണ്ടാവും. അതിനകത്ത് 70ഓളം ഹെയർ പിൻ ബെൻഡുകളുണ്ട്. വളരെയധികം ഡീപ്പായിട്ടുള്ള നല്ല സൈറ്റ് സീയിങ് ഉള്ള പോയിന്റ്സ് ആണ് അതൊക്കെ. അത് കഴിഞ്ഞ ശേഷം ആ ഹെയർ പിന്നിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനകത്തൊരു 2-3 വലിയ ക്ഷേത്രങ്ങളും കണ്ടു. ഞങ്ങൾ അവിടെ ക്ഷേത്രങ്ങളിലെല്ലാം പോയി കണ്ടു. ആ ക്ഷേത്രങ്ങളെല്ലാം പോയിട്ട് കൊല്ലി ഹിൽസിന്റെ അടിവാരത്തെത്തിയപ്പോഴാണെന്ന് തോന്നുന്നു അവിടെ ഒരു കിഴങ്ങ്, ആ കിഴങ്ങ് അവർ പറയുന്നു അത് വെജിറ്റേറിയൻ കിച്ചൺ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയ കിഴങ്ങാണെന്ന്. വടവാട്ടുകാൽ കിഴങ്ങെന്നോ എന്തോ പറയുന്നുണ്ട് ഒരു തമിഴില്. ആ കിഴങ്ങിന് കാലിന്റെ മുട്ടുവേദന, ബാക്കിയുള്ള സന്ധിവേദനകളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അതെല്ലാം കുറെ ആളുകൾ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ കൊല്ലി ഹിൽസിലെത്തി. കൊല്ലി ഹിൽസിലെത്തിയപ്പോൾ അവിടെ ആ വഴി കാണുമ്പോൾ അത്രയും വലിയൊരു അനുഭൂതിയൊന്നും തോന്നിയില്ല. അത് വേറെ ചെറിയൊരു ഗേറ്റായിരുന്നു. ആ ഗേറ്റിന് മുകളിൽ അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരവും 1200ഓളം സ്റ്റെപ്പുകളും ഉണ്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ്. ത്രില്ലിംഗ് ട്രക്കിംഗ് ആണത്. അത് വളരെ ശ്രദ്ധിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ അവിടെ ചെന്നു. അതിനകത്തൊക്കെ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു സൗന്ദര്യം! സ്വപ്നത്തിൽ മാത്രമേ കാണാൻ പറ്റൂ നമുക്ക്. ശരിക്കും ഒരു 250-300 അടി ഉയരത്തിൽ ആ വെള്ളം വന്ന് വീഴുകയാണ്. ആ വെള്ളം വന്ന് വീഴുന്നു, അതിനകത്ത് പതയായിട്ട് വെള്ളം വീണ് ആളുകളെയൊക്കെ തെറിപ്പ്. എന്ത് രസമായിരുന്നു എന്നറിയാം. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചുള്ള യാത്ര, ആ തിരിച്ചുള്ള യാത്രയും അതേപോലെ വളരെ കഷ്ടമായിരുന്നു എങ്കിലും അത് വളരെ സന്തോഷകരമായി സുഖകരമായി അവസാനിപ്പിച്ചു. എന്തായാലും ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത്, അതൊരു ത്രില്ലിംഗ് ട്രക്കിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല രസികൻ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അവിടെ നിന്ന് സേലത്തേക്ക് തിരിച്ചു വന്നു. 90 കിലോമീറ്ററോളം വന്നു. സേലത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തു. എന്തായാലും നിങ്ങൾക്ക് അത് ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് ഞാൻ അഭിപ്രായപ്പെടാം. ഓക്കെ, താങ്ക് യു.